ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യം. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ദൈവവചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവർക്ക് വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. അതിനായി ചരിത്രത്തിൽ നിന്ന് പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽ നിനവേ പട്ടണത്തിനുണ്ടായ മാനസാന്തരത്തെ ഉയർത്തിക്കാണിക്കുന്നു. യോനായുടെ പുസ്തകത്തിൽ കാണുന്ന ഈ വിഷയത്തിന് ഒട്ടനേകം പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, ദൈവം യോനായെ നിർബന്ധിച്ച് മാനസാന്തര പ്രസംഗം നടത്താൻ അയക്കുകയാണ്. യോനായ്ക്ക് പോകാൻ മനസ്സില്ലാതിരുന്നത് മാനസാന്തര പ്രസംഗം നിനവേക്കാർ കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാതെ തന്നെ ഉപദ്രവിക്കുമെന്ന ഭയം കൊണ്ട് അല്ലായിരുന്നു. പിന്നെയോ തൻ്റെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെടുകയും ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി മാറ്റിക്കളയുകയും ചെയ്യുമെന്നതായിരുന്നു തൻ്റെ ഭയം. അങ്ങനെ പ്രസംഗിക്കുന്ന വിഷയം സ്വാർത്ഥ മനസ്സ് നിമിത്തം നിർബന്ധപൂർവം പ്രസംഗിക്കേണ്ടി വന്ന ഒരുവനാണ് യോന. മറ്റൊരു പ്രത്യേകത, പ്രസംഗം കേട്ട ഉടനെ സിംഹാസനത്തിലിരുന്ന രാജാവ് മുതൽ തെരുവിലിരുന്ന യാചകൻ വരെ ഒരുപോലെ സകലരും മാനസാന്തരപ്പെട്ട ചരിത്രവും നിനവേക്ക് സ്വന്തം. കാലങ്ങളോളം പ്രസംഗിച്ചിട്ടും കുടുംബാംഗങ്ങൾ ഒഴികെ മറ്റാരും മാനസാന്തരപ്പെടാത്ത നോഹയുടെ അനുഭവമല്ല യോനായ്ക്കുണ്ടായത്. ആത്മഭാരവും ആത്മാർത്ഥതയും ഇല്ലാത്ത പ്രസംഗമായിട്ടുകൂടി നിനവേക്കാർ അതിൽ മനം തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു. ദൈവവചനം ശക്തിയോടെയും അത്ഭുതങ്ങളോടെയും കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവർക്ക് വലിയ ന്യായവിധി കാത്തിരിക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ മുന്നിൽ നമുക്ക് സ്വയം താഴ്ത്താം, മാനസാന്തരപ്പെടാം. ഗോഡ് ബ്ലസ് യു.